Okay, good morning students. We can go to yet another session of fundamentals of investment. And in the previous class, we have studied the important tools for fundamental analysis. And fundamental analysis is done. It's a broader analysis method and it is done to find out the intrinsic value of shares. And what is the intrinsic value? And it is the real value of shares or securities. And after analyzing the intrinsic value, we can decide, the investor can decide whether to purchase the share or whether to sell the shares or whether he has to keep a neutral or passive position. So this fundamental analysis is an analysis which helps the investor to make so many important decisions. പല സുപ്രധാന തീരുമാനങ്ങളും എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ആൻഡ് ഹിയർ വി ക്യാൻ ഗോ ടു ആഫ്റ്റർ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ആഫ്റ്റർ സ്റ്റഡിയിങ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് വി ക്യാൻ ഗോ ടു an important problem session, that is equity valuation. Equity valuation. And what do you mean by equity? Equity is an important type of share, and equity shares are, or equity shareholders are usually considered as the owners of the company, and they are bearing that much risk because they will get dividend only after paying all the returns and dividends even to the preference shareholders, and they will get their capital back only at the winding up of the company. And it is such a long term capital and it's also a risky capital, and they will get only the remains, and always they are called as the residual claimants, usually as an exaggeration ആയിട്ടാണെങ്കിലും അവരെ നമ്മൾ പലപ്പോഴും മെൻഷൻ ചെയ്യാറുള്ളത് റെസിഡുവൽ ക്ലെയിമൻസ് ആയിട്ടാണ്. റെസിഡുവൽ, ബാക്കി വരുന്നത് മാത്രം എന്താ പറയുക, അതിനുവേണ്ടി മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഹതഭാഗ്യരായിട്ടുള്ള ആൾക്കാരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഇക്വിറ്റി ഷെയർസ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഇക്വിറ്റി ഷെയർസിന് എങ്ങനെയാണ് നമുക്കതിനെ വാല്യൂ ചെയ്യാനായിട്ട് സാധിക്കുക? ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അയാളത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാളത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് എങ്ങനെയാണ് അയാൾക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കുക? അത് തീർച്ചയായിട്ടും അയാൾ തീരുമാനിക്കുന്നത് അയാൾക്ക് കിട്ടുന്ന ഡിവിഡൻഡിൻ്റെയും അതോടൊപ്പം തന്നെ എന്നാണ് അയാൾക്ക് അയാളുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടും. ഇപ്പോൾ 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഈ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ നമുക്കതിൻ്റെ ഡിവിഡൻഡ് കിട്ടും, ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര പൈസയ്ക്ക് നമുക്കത് വിൽക്കാനായിട്ട് സാധിക്കും, അല്ലേ? ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇക്വിറ്റിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് എനിക്കത് കിട്ടും. അതേസമയം ഒരു 5 കൊല്ലം ഞാനത് കൈവശം വെച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 5 കൊല്ലവും എനിക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് എനിക്ക് കിട്ടുന്നു, ഡിവിഡൻഡ് എനിക്ക് കിട്ടുന്നു. ദെൻ 2 rupees ഫോർ എക്സാമ്പിൾ, ഒരു അസംഷൻ നമുക്ക് നടത്തി നോക്കാം. ഒരു 2 രൂപ വെച്ചിട്ട് 5 കൊല്ലവും എനിക്കത് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 5 × 2 10 രൂപ എനിക്ക് ഡിവിഡൻഡ് മാത്രമായിട്ട് കിട്ടുന്നു. 5ാമത്തെ കൊല്ലത്തിൻ്റെ അവസാനത്തിൽ ഞാനത് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നത് ഒരു 200 രൂപയ്ക്ക്, ഒരു ഡബിൾ ദ എമൗണ്ട് എനിക്കത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, വിൽക്കാനായിട്ട് സാധിക്കുന്നു. സോ എനിക്ക് അതായത് 200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നുള്ളൊരു പേരിൽ ഒരു 100 രൂപ എക്സ്ട്രാ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എത്ര രൂപയാണ്? 110 രൂപയാണ് ലാഭം മാത്രം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ക്യാപിറ്റലീസ് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഈ ലാഭം കിട്ടുന്നത്. ക്യാപിറ്റൽ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ ലോസ് ആയിരിക്കും, സംശയമൊന്നുമില്ല. ദെൻ അപ്പം ആ രീതിയിലായിരിക്കും പലപ്പോഴും. അപ്പോൾ 110 രൂപ ലാഭം കിട്ടുന്ന എനിക്ക് ഇന്ന് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും?
ഓട്ടോമാറ്റിക്കലി ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഞാനത് വാങ്ങിക്കും അല്ലേ? വാങ്ങാൻ തന്നെയാണ് സാധ്യത. ഒരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു അസ്യൂം ചെയ്യുക, അതൊരു പുതിയൊരു ഇൻവെസ്റ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഷെയർ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നമ്മളിപ്പോൾ നോക്കുകയാണ്, അതായത് 100 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ട് നമ്മളതിൻ്റെ വാല്യൂ മനസ്സിലാക്കി വന്നപ്പോൾ അതിൻ്റെ ഡിവിഡൻറ്റും അതിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷനും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 രൂപയുടെ വാല്യൂവേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പം ചെന്നാൽ 100 രൂപയ്ക്ക് വേണം അത് വാങ്ങിക്കാൻ. ആക്ച്വലി അതിന് എത്ര രൂപയുടെ വിലയുള്ളൂ? 50 രൂപയുടെ വിലയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനത് വാങ്ങിക്കില്ല അല്ലേ? വാങ്ങിക്കില്ല. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ ഒരു 50 രൂപയും കൂടെ കൊടുത്തിട്ട് വേണം എനിക്കത് എന്ത് ചെയ്യാൻ, വാങ്ങാനായിട്ട്. സോ this fundamental analysis will help us to know whether there is any mispricing in the shares. ഷെയർസിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്പ്രൈസിങ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് പലപ്പോഴും എന്ത് ഗുണം ചെയ്യും? ഫണ്ടമെൻ്റൽ അനാലിസിസ് ഗുണം. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് റിയൽ പ്രൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റിൽ കാണുന്നതെല്ലാം റിയൽ പ്രൈസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇറ്റ് മേ നോട്ട് ബി ദ റിയൽ പ്രൈസ്. റിയൽ പ്രൈസ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വി ആർ ഗോയിങ് ടു എ വെജിറ്റബിൾ മാർക്കറ്റ് ആൻഡ് വി ആർ പർച്ചേസിങ് 1 kilogram ഓഫ് ഓണിയൻ, ആൻഡ് ഫോർ 1 kilogram വി ഹാവ് പെയ്ഡ് ദം 100 rupees. ഫോർ 1 kilogram 100 rupees. ബട്ട് ആഫ്റ്റർ അനലൈസിങ് നമ്മൾ കണക്കെടുത്ത് നോക്കി എത്രത്തോളം സപ്ലൈ ഉണ്ട്, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, എത്ര സപ്ലയേഴ്സ് ഉണ്ട്, വെദർ ഇറ്റ് ഈസ് പ്ലെൻറ്റി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് മനസ്സിലായി ആക്ച്വലി അതിനൊരു 20 rupees വിലയേ ഉള്ളൂ. ബാക്കി 80 rupees അവരെന്ത് ചെയ്തതാണ്? സപ്ലയേഴ്സ് അവരുടെ പ്രോഫിറ്റിയറിങ്ങിൻ്റെ ഭാഗമായിട്ട് 80 rupees എന്ത് ചെയ്തതാണ്? കൂട്ടിയതാണ്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നമ്മളത് 100 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാവുമോ? തയ്യാറാവില്ല. അതുതന്നെയാണ് ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും he should know whether there is any mispricing means തെറ്റായിട്ടുള്ള രീതിയിലുള്ള പ്രൈസിങ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്ററുടെ ഉത്തരവാദിത്വമാണ്. അത് മനസ്സിലാക്കി അതിനെ ഇക്വിറ്റി, പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ ഇക്വിറ്റിയുടെ വാല്യുവേഷനെ കുറിച്ചിട്ടാണ് നോക്കണം. ഇക്വിറ്റി വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് മനസ്സിലാക്കി അതിനോടനുബന്ധിച്ച് നമ്മൾ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പ്രോസസ്സ്, ആ ആക്ടിവിറ്റീസ് എല്ലാം കൂടിയ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിറ്റി വാല്യുവേഷൻ. Okay, and for valuation of equity there are mainly 3 important approaches and 3 important models. 3 തരത്തിൽ നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് മോഡലാണ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലാണ്. ആൻഡ് തേർഡ് വൺ ഈസ് ഏർണിങ്സ് multiplier approach. These are the 3 important methods through which the value of equity shares can be calculated. 3 തരത്തിലുണ്ട്. ഏതൊക്കെയാ പറഞ്ഞത്? ആദ്യത്തെ ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് മോഡൽ, രണ്ടാമത്തെ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ, ആൻഡ് the third one is earnings multiplier approach. And we can take the first one, that is dividend discounting model. ആദ്യത്തെ മോഡൽ നമുക്ക് ഒന്ന് നോക്കാം അവിടെ എങ്ങനെയാണ് ഇക്വിറ്റി. ആൻഡ് certainly you have to study some important formulas here. Without formula we cannot work out the value of, or we cannot find out the value of equity shares. ഫോർമുലാസ് പഠിക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. ഫോർമുലാസ് ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ആൻഡ് ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് അവിടെ ചെയ്യാൻ പോണേ എന്നുള്ളത്. ഡിസ്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് നടത്താറുള്ളത്? ടു ഫൈൻഡ് ഔട്ട്, എന്ത് കണ്ടുപിടിക്കാനാ? ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ. To
ടു ഫൈൻഡ് ഔട്ട് ദി പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പ്രസൻറ്റ് വാല്യൂ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ ബോണ്ടിൻ്റെ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ബോണ്ടിൻ്റെ വാല്യുവേഷൻ, ബോണ്ട് ഇതേപോലെ തന്നെ ഇക്വിറ്റി വാല്യൂ ചെയ്തതുപോലെ തന്നെ ബോണ്ടിനെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, വാല്യൂ ചെയ്തിരുന്നു. ബോണ്ടിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിൽ നമ്മൾ ഈ ഡിസ്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ടേബിൾസ് നോക്കിയിട്ട്, ആനുവിറ്റി ടേബിളും അതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ നോക്കി, രണ്ട് വ്യത്യസ്ത ടേബിളുകളായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ത്, ഇവിടെയും ഈ ഇക്വിറ്റി വാല്യുവേഷനിലും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ്, എന്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും, ഒരു ഇക്വിറ്റി ഷെയറിനെ സംബന്ധിച്ചിടത്തോളം എന്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടാനിരിക്കുന്ന കിട്ടാനുള്ള ഡിവിഡൻറ്റിൻ്റെ. ബോണ്ടായിരുന്നപ്പോൾ എന്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആയിരുന്നു, കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റിൻ്റെ അല്ലേ, കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ്. ഇവിടെ അപ്പം എന്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും, കിട്ടാൻ പോകുന്ന ഡിവിഡൻറ്റിൻ്റെ. അറ്റ് ദ സെയിം ടൈം നമ്മൾ എത്ര നാളാണോ അത് കൈവശം വെച്ചിരിക്കുന്നത്, അതിനുശേഷം നമ്മൾ അതെന്ത് ചെയ്യണം, സർട്ടൻലി അതിനെ വിൽക്കണം അല്ലേ. വിൽക്കേണ്ട സമയത്ത് അത് എന്ത് ചെയ്യണം, വിൽക്കണം. അപ്പോൾ ആ വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ എത്രത്തോളം ഉണ്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രസൻറ്റ് വാല്യൂ നോക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്പ്രൈസിങ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. നേരത്തെ ഫസ്റ്റ് എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു അല്ലേ, നമുക്ക് ഡിവിഡൻ്റായിട്ട് ഇത്രയും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അത് വിൽക്കുന്ന സമയത്ത് ഇത്രയും കിട്ടുന്നുണ്ട്, അതേസമയം എനിക്ക് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സോ പക്ഷെ അതൊരു കറക്റ്റ് വാല്യൂ ആവണമെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിലേക്ക് നമ്മൾ അതിനെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. So that is a dividend discounting model. In this we are going to analyze the present value of holding such shares for a permanent time period. That is a dividend we are earning for that permanent time period, and at the same time the present value of the maturity value we will get when it will be sold by the investor. എപ്പോഴാണോ നമ്മളത് സെല്ല് ചെയ്യുന്നത് അപ്പോൾ കിട്ടുന്ന ഒരു മെച്യൂരിറ്റി വാല്യൂ, അപ്പോൾ കിട്ടുന്ന ഒരു പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, അതായിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ഒരു ഡിവിഡൻറ്റിൻ്റെയും അറ്റ് ദ സെയിം ടൈം നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ്റെയും പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ can be compared with the prevalent price. It can be compared with the price existing in the market. കമ്പയർ ചെയ്താലാണ് നമുക്ക് അവിടെ മനസ്സിലാവുക അവിടെ എന്തെങ്കിലും മിസ്പ്രൈസിങ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. ആൻഡ് ഫോർ ഡൂയിങ് ദ വേരിയസ് പ്രോബ്ലംസ് അണ്ടർ ദിസ് ഹെഡ് വി ഹാവ് ടു ടേക്ക് 2 important assumptions. രണ്ട് പ്രധാനപ്പെട്ട അസംഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എടുക്കേണ്ടതുണ്ട്. ദീസ് അസംഷൻസ് ആർ, ദ ഫസ്റ്റ് assumption is dividend is always paid annually. That is the first assumption. പ്രാക്ടിക്കലി ഡിഫറെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഡിഫറെൻറ്റ് കൺസേൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിവിഡൻഡ്, ഇൻ്റരിം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടാവും, ഫൈനൽ ഡിവിഡൻഡ്, അങ്ങനെ ഡിവിഡൻഡ് പല പ്രാവശ്യമായിട്ട് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടായിരുന്നു. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ദിസ് പ്രോബ്ലം അണ്ടർ ദിസ് ഹെഡ്, ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് മോഡൽ, വി ആർ ടേക്കിംഗ് എൻ ഔട്ട്റൈറ്റ് അസംഷൻ ദാറ്റ് ദ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ആനുവലി. ഡിവിഡൻഡ് പേ ചെയ്യുന്നത് എങ്ങനെയാണ്, ആനുവലി ആണ്. ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും മനസ്സിലാക്കുക, ഈ ഒരു ഹെഡിങ്ങിൻ്റെ, അതായത് ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് മോഡലിൻ്റെ കീഴിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക, എല്ലാ പ്രോബ്ലത്തിലും ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഡിവിഡൻഡ് എങ്ങനെയാണ് പേ ചെയ്യുന്നത്, ആനുവലി ആണ് പേ ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് അസംഷൻ. ആൻഡ് ദ സെക്കൻഡ് അസംഷൻ ഈസ് ദാറ്റ് the dividend will be paid only after the expiry of the first year after purchasing the equity share. ഇക്വിറ്റി ഷെയർ വാങ്ങിച്ച് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദ ഇൻവെസ്റ്റർ ക്യാൻ റിസീവ് ദ ഫസ്റ്റ് ഡിവിഡൻഡ്.
ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് അസംഷൻ. അപ്പോൾ 2 അസംഷനുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി. ഏതൊക്കെയായിരുന്നു 2 അസംഷൻസ്? ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് എപ്പോഴും ആനുവലി ആണ് പേ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ വാങ്ങിയ ഉടനെ നമുക്ക് ഡിവിഡൻഡ് കിട്ടുമോ? ഫസ്റ്റ് ഡിവിഡൻഡ് കിട്ടുമോ? കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. അതായത് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ ഈ ഷെയർ വാങ്ങിച്ചത്. ആ കമ്പനി സാധാരണ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് മാർച്ച് മാസത്തിലാണ് എങ്കിൽ നമുക്ക് 2 മാസത്തെ ഡിവിഡൻഡ് കിട്ടുമോ? കിട്ടില്ല. വി ആർ അസ്യൂമിങ് കിട്ടില്ല എന്ന് പ്രാക്ടിക്കലി മേ ബി ഡിഫറെൻറ്റ്, ബട്ട് ഹിയർ വി ആർ ടേക്കിംഗ് ദ അസംഷൻ ദാറ്റ് the dividend the investor can claim the dividend only after the expiry of 1 year after the purchase of the equity share. equity share വാങ്ങി 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു എക്സ്റ്റൻഷനും കൂടി, ഒരു അസംഷനും കൂടി അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? എടുക്കുകയാണ്. ഈ അസംഷൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് അണ്ടർ ദിസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് മോഡൽ, ഈ മോഡലിൽ തന്നെ 1-2 വ്യത്യസ്ത മോഡലുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്. ദേ ആർ സിംഗിൾ പീരീഡ് വാലുവേഷൻ മോഡൽ ആൻഡ് മൾട്ടി പീരീഡ് വാലുവേഷൻ മോഡൽ. ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് മോഡൽ എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോണത്, ഇക്വിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ. അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്കൗണ്ടിങ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഡിസ്കൗണ്ടിങ് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിന് എന്തൊക്കെ ആവശ്യമുണ്ട്, എത്ര വർഷത്തേക്കാണ്, അല്ലെങ്കിൽ എത്രയാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടിയാലാണ് എല്ലാ പ്രോബ്ലത്തിലും അതിന് വേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുകയും ചെയ്യും. സോ ദിർ ഈസ് എ ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് മോഡൽ, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന മോഡലാണിത്. ഇനി അറ്റ് ദ സെയിം ടൈം നമ്മൾ 2 അസംഷൻസ് അവിടെ എടുത്തു എന്ന് പറഞ്ഞു. ഒന്ന്, ഡിവിഡൻഡ് ആനുവലി ആണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ള അസംഷനും, രണ്ടാമത്തത് ഇക്വിറ്റി ഷെയർ വാങ്ങി 1 വർഷത്തിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുന്നുള്ളൂ എന്നുള്ള അസംഷനും, ഡിവിഡൻഡ് കൊടുക്കുന്നുള്ളൂ എന്നുള്ളൊരു അസംഷൻ. ഓക്കെ, അപ്പോൾ ആ 2 അസംഷനുകളും പൂർത്തിയായി. ഇനി ഞാൻ പറഞ്ഞു 2 മെത്തേഡ്സ് ഉണ്ട് ഇവിടെ ചെയ്യാൻ. ഏതൊക്കെയാണ് 2 മെത്തേഡ്സ്? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സിംഗിൾ പീരീഡ് വാലുവേഷൻ മോഡലാണ്. സിംഗിൾ പീരീഡ് വാലുവേഷൻ മോഡൽ. സിംഗിൾ പീരീഡ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത പീരീഡ് ഏതായിരിക്കും? മൾട്ടി പീരീഡ് ആയിരിക്കും അല്ലേ? മൾട്ടി പീരീഡ് വാലുവേഷൻ മോഡൽ. Then what is the difference between single period and multi period? അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനെന്ന് പറയുന്ന ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഐ ആം ബൈയിങ് ഷെയർ ഫോർ ഹോൾഡിങ് ഇറ്റ് ഓൺലി ഫോർ 1 year. 1 വർഷത്തേക്ക് വേണ്ടി മാത്രമേ ഞാനത് എന്ത് ചെയ്യുന്നുള്ളൂ? വാങ്ങിക്കുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഏത് മോഡലാണ് ഞാൻ നോക്കുക? ഏത് ഫോർമുല ഞാൻ യൂസ് ചെയ്യുക? സിംഗിൾ പീരീഡ് മീൻസ് 1 year. അതേസമയം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു 5 കൊല്ലം ഞാനത് കൈവശം വെക്കാനാണ്. അപ്പോൾ അത് ഏത് മോഡലാണ് ഞാൻ യൂസ് ചെയ്യുക? ഏത് ഫോർമുല ഞാൻ യൂസ് ചെയ്യേണ്ടത്? ഈ ഫോർമുല യൂസ് ചെയ്താൽ ശരിയാവില്ല. അത് സിംഗിൾ പീരീഡിൻ്റെ ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും? മൾട്ടി പീരീഡിൻ്റെ ഫോർമുല ഞാൻ യൂസ് ചെയ്യേണ്ടി വരും. മൾട്ടി പീരീഡ് എന്ന് പറയുന്നത് ഈ സിംഗിൾ പീരീഡിനെ എത്ര കാലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 2 വർഷത്തേക്കാവാം, 3 വർഷത്തേക്കാവാം, 4 വർഷത്തേക്കാവാം, 5 വർഷത്തേക്ക് ആവാം, 6 വർഷത്തേക്കാവാം. ഇറ്റ് മേ ബി എക്സ്റ്റെൻഡഡ് ടു എനി നമ്പർ ഓഫ് ഇയേഴ്സ്. സോ ദാറ്റ് ഈസ് മൾട്ടി പീരീഡ് വാലുവേഷൻ മോഡൽ. സോ ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് മോഡലിൽ തന്നെ 2 തരത്തിൽ നമുക്കതിനെ വർക്കൗട്ട് ചെയ്യാം. സിംഗിൾ പീരീഡായിട്ടും വർക്കൗട്ട് ചെയ്യാം, മൾട്ടി പീരീഡായിട്ടും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇനി സിംഗിൾ പീരീഡ് ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? സിംഗിൾ പീരീഡ് വാലുവേഷൻ മോഡലിൻ്റെ ആ ഒരു ഫോർമുലയാണ് ഞാനിവിടെ എഴുതുന്നത്. ദാറ്റ് ഈസ് P0 ഈസ് ഈക്വൽ ടു
എന്താ എഴുതിയിരിക്കുന്നത്? P0 is equal to D1 divided by 1 plus R plus P1 divided by 1 plus R. ഇതെന്താണ് P0, എന്താണ് D1, എന്താണ് P1, എന്താണ് R, എന്താണ് 1, ഇതൊക്കെയാണ് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടത്? അനലൈസ് ചെയ്യേണ്ടത്. Then what do you mean by P0? P0 എന്ന് പറയുന്ന സാധനം ദാറ്റ് ഈസ് എ കറണ്ട് പ്രൈസ്. നമുക്ക് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ആ ഷെയർ എത്ര രൂപയ്ക്കാണോ നമുക്ക് കിട്ടുന്നത് ആ പ്രൈസിന് വിളിക്കുന്ന പേരാണെന്ത്? P0. Then what do you mean by D0? Not D0. What do you mean by D1? ഈ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇത് സിംഗിൾ പീരീഡ് ആണ് അല്ല. ഇവിടെ D1ഉം P1ഉം മാത്രമേ കാണുന്നുള്ളൂ. D2ഉം P2ലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒരു വർഷത്തേക്കേ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ D സ്റ്റാൻഡ്സ് ഫോർ ഡിവിഡൻഡ്. ഡി എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ഡിവിഡൻറ്റിൻ്റെയാണ്. സോ D1 ഫോർ ഡിവിഡൻഡ് ഫോർ ദാറ്റ് ഇയർ. ആ ഒരു സിംഗിൾ പീരീഡിൽ എത്രയാണോ നമുക്ക് ഡിവിഡൻഡ് കിട്ടിയത്, ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിവിഡൻഡ് കിട്ടിയത് അങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D1 ഡിവൈഡഡ് ബൈ, അതിന് വേണ്ടിയിട്ടാണ് ഈ താഴെ കൊടുത്തിട്ടുള്ള ഡിനോമിനേറ്റർ 1 + R. ഓക്കെ, 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫിഗർ. 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫിഗർ. പ്രസന്റ് വാല്യൂ ഓഫ് ₹1, അതാണ് ആ 1ന്റെ അർത്ഥം. ഓക്കെ, പ്ലസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് എ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഓർ ഇറ്റ് ഈസ് എ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക? നമ്മുടെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്. അത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. ഇത്രയും റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇനി എന്താണ് ഈ P1? ഡിവിഡൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഇപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കി എത്രയാണെന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് എന്താ മനസ്സിലാക്കണ്ടേ? നമുക്ക് അത് വിൽക്കുന്ന സമയത്ത് എത്രയാണ് കിട്ടുന്ന പ്രൈസ് അല്ലേ? ആ സെല്ലിംഗ് പ്രൈസ് ആണ് ഇവിടെ P1 എന്ന് പറയുന്ന ഫിഗറിൽ അവിടെ. അത് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മൾ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈസ് അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 1 + R കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. P0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. D1 എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഫോർ ദ ഇയർ. ഓക്കെ, P1 എന്ന് പറയുന്നത് എന്നിട്ട് P1 ദാറ്റ് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് അല്ലേ? സെല്ലിംഗ് പ്രൈസ് ആണ് P1. ആൻഡ് R യു നോ, ഞാനിതിവിടെ എഴുതുന്നില്ല. R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. മനസ്സിലായി? ഒന്ന് പഠിച്ചു വെക്കണം. ബൈ ഹാർട്ട് ആയിട്ട് തന്നെ പഠിക്കണം. വേറെ നിവർത്തിയൊന്നും അവിടെ ഇല്ല. ആൻഡ് വി ക്യാൻ ഗോ ടു ദ പ്രോബ്ലത്തിലേക്ക്. നിങ്ങളുടെ പേജ് നമ്പർ 130 എക്സാമ്പിൾ 1 പോവാണ്. പ്രോബ്ലം വായിക്കുകയാണ്. An investor would like to get a dividend of 16 paise from a share and wants to sell it in the next year for 60 rupees after keeping it for 1 year. All of you take your textbook and take page number 130, and in that page number there is an example number 1, and please go through the example. And the example is like this. There is an investor would like to get a dividend of 16 paise. ഒരു ഇൻവെസ്റ്റർക്ക് എന്ത് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു? ഡിവിഡൻഡ് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര പൈസ ഡിവിഡൻഡ്? 16 പൈസ ഡിവിഡൻഡ് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫ്രം എ ഷെയർ, ഒരു ഷെയറിൽ നിന്നും. ആൻഡ് വാണ്ട്സ് ടു സെൽ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം അത് എത്ര രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു? 60 രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. ആഫ്റ്റർ കീപ്പിംഗ് ഇറ്റ് ഫോർ 1 ഇയർ. ആ ഒരൊറ്റ വർഷത്തെ ഡിവിഡൻഡേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഡിവിഡൻഡ് 16 പൈസയാണ്. വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 60 രൂപയ്ക്കാണ്. ആൻഡ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 12%. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്
എത്ര രൂപയാണ്, എത്ര പെർസെൻറ്റേജ് ആണ്? 12% ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട് വിൽ ബി ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഷെയർ? എത്രയാണ് ഷെയറിൻ്റെ പ്രസൻറ്റ് വാല്യൂ? വേറെ അഡീഷണൽ അഡ്വൈസസുകളൊന്നും കൊടുക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ള സിംപ്ലി അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. P0 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഈ ഫോർമുലയിൽ P0 നമ്മൾ കണ്ടുപിടിക്കണം, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ D1 എത്രയാണെന്നുള്ളത് പ്രോബ്ലത്തിൽ നേരിട്ട് തന്നിട്ടുണ്ട്. അത് എത്രയാ? 16 പൈസയാണ്. 16 പൈസ എന്ന് പറയുമ്പോൾ എത്ര വരും? 16. ഇതൊന്ന് മായ്ച്ചിട്ട് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ കിടന്നോട്ടെ അല്ലേ? ഓക്കെ, സോ P0 is equal to D1 നമുക്ക് തന്നിട്ടുണ്ട് 16 പൈസയാണ്. 16 പൈസ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇറ്റ് വിൽ ബി 0.16 അല്ലേ? അങ്ങനെയല്ലേ വരിക? 0.16. ഇനി 1 കോൺസ്റ്റന്റ് നമ്പർ ആണ്, നമ്മൾ കണ്ടുപിടിക്കൊന്നും വേണ്ട. ഇനി നമുക്ക് അവിടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അത് എത്രയാ? അത് ദാറ്റ് ഈസ് നമ്മളോട് പ്രോബ്ലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 12%. ഇറ്റ് ഈസ് 12%. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 പ്ലസ് എത്ര പെർസെൻറ്റേജ് എഴുതണം? നമ്മൾ 12% എഴുതണം അല്ലേ? ഇങ്ങനെയാണോ എഴുതേണ്ടത്? 12% എന്ന് ഇങ്ങനെ എഴുതിയാൽ മതിയോ? പോരാ അല്ലേ? നമ്മൾ പെർസെൻറ്റേജ് നമ്മൾ മാറ്റി അതിനെന്താക്കി എഴുതണം? ഡെസിമലോട് കൂടിയിട്ട് എഴുതുക. സോ 0.12. ഓക്കെ, പ്ലസ് നമുക്ക് P1 അവിടെ തന്നിട്ടുണ്ട്. P1 എത്രയാണ് തന്നിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് നെക്സ്റ്റ് ഇയർ ഇറ്റ് വിൽ ബി സോൾഡ് ഫോർ 60 rupees അല്ലേ? അപ്പോൾ P1 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 rupees ആണ്. സോ 60 rupees ഡിവൈഡഡ് ബൈ അഗെയിൻ 1 plus R അല്ലേ? 1 plus R. സോ 1 plus 0.12. ദാറ്റ് മീൻസ് 0.16 divided by 1.12 plus 60 divided by 1.12. Then the answer will be 53.71. 53.71 is the present value. ഓക്കെ, 53.71 ആണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. സോ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 53.71 ആണ്. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എത്ര രൂപയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? അത് 60 രൂപയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മളോടൊരു അഡ്വൈസ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം അതിലൊരു പ്രധാനപ്പെട്ട ഫിഗർ നമുക്ക് തന്നിട്ടില്ല. തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാമായിരുന്നു. ഈ കിട്ടിയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂവിന്, അതായത് 53.71 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തിനോടാ കമ്പയർ ചെയ്യേണ്ടത്? നമ്മുടെ മാർക്കറ്റ് പ്രൈസിനോട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് അത് നമ്മൾ നേരത്തെ ആ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് സെഷൻ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചോളോ എന്ന് പറഞ്ഞിട്ട് അതിനെ മാർക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു തന്നിരുന്നത്? ദാറ്റ് ഈസ് വെൻ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? When IV is more than the market price, we can buy the share. If IV is more than MP, we can buy the share. അല്ലേ? ഇങ്ങനൊരു തീരുമാനം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ എത്രയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് നമ്മൾ അറിയേണ്ടിയിരുന്നു. അത് നമുക്കറിയോ? അറിയില്ല. Then how we can make a decision?
പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡൽ എങ്ങനെയാണെന്നുള്ളതാണ്. സിംഗിൾ പീരീഡിൽ നമുക്ക് ഒരു വർഷത്തെ കണക്ക് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അത് കിട്ടുന്ന ഒരു വർഷം കിട്ടുന്ന ഡിവിഡൻറ്റും അറ്റ് ദി സെയിം ടൈം ആ ഒരു വർഷത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്ന, അത് വിറ്റാൽ കിട്ടുന്ന പ്രൈസും അതിൻ്റെയും കൂടി പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി വി ക്യാൻ അറൈവ് അറ്റ് എ ഡിസിഷൻ വെദർ ടു ബൈ ഓർ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയൊരു ഇൻട്രിൻസിക് വാല്യൂവും മാർക്കറ്റ് പ്രൈസും കൂടെ കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത്, നോക്കിയത്. ഓക്കെ, ദെൻ we can go to the next model, that is multi-period valuation model. And multi-period valuation model നമ്മൾ പറഞ്ഞു, അതായത് for any number of years this single period model can be extended. എത്ര നമ്പർ ഓഫ് ഇയേഴ്സിലേക്ക് വേണമെന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ഫോർമുലയിൽ ജസ്റ്റ് ഒരു ചെറിയൊരു മാറ്റം മാത്രമേ അവിടെ വരുള്ളൂ എന്നുള്ളത് നമുക്ക് നേരത്തെ നമ്മൾ ബോണ്ടിൻ്റെയൊക്കെ വാല്യുവേഷൻ ചെയ്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെന്ത് മാറ്റാ വരിക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇവിടെ P0 കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു വർഷത്തെ ഡിവിഡൻറ്റും ഒരു വർഷത്തെ പ്രൈസും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ മൾട്ടി പീരീഡ് ആണെങ്കിൽ എത്ര വർഷം നമുക്ക് പോകണോ അത്ര വർഷത്തെ ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നമുക്കറിയാം അല്ലേ. P എന്ന് പറയുന്ന സംഭവം ഒരു വർഷം തന്നെ ഉണ്ടാവുള്ളൂ, അല്ല എല്ലാ വർഷവും ഉണ്ടാവില്ല. അത് നമ്മളിപ്പോൾ 5 കൊല്ലമാണെങ്കിൽ 5 കൊല്ലം അത് കൈവശം വെച്ച് അവസാനം നമ്മളത് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. അത് ഒരു വർഷമാണെങ്കിലും 5 കൊല്ലമാണെങ്കിലും Pയിൽ നമ്പർ ഓഫ് ഇയേഴ്സിൽ എന്തില്ല, വ്യത്യാസം അവിടെ വരുന്നില്ല. സോ അപ്പോൾ ഈ ഡിവിഡൻഡിലാണ് കുറച്ച് പ്രശ്നം വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫോർമുല നമുക്ക് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. ഈ സെയിം ഫോർമുല തന്നെ നിങ്ങൾ ബോണ്ടിൻ്റെ ഇതിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ അത്രയും അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഹിയർ ഫോർമുലയിലുള്ള മാറ്റമാണ് പറയുന്നത്. സോ D1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R റേസ് ടു 1. ഇവിടെ നമ്മൾ ഒരു നമ്പർ ഇട്ട് കൊടുത്തു അല്ലേ, കാരണം ആദ്യത്തെ കൊല്ലത്തെ ഡിവിഡൻഡ് കണക്കിലെടുത്തു നമ്മൾ. ഇനി അടുത്ത കൊല്ലത്തെ ഡിവിഡൻഡ് എടുക്കണ്ടേ, കാരണം ഇത് മൾട്ടി പീരീഡ് ആണ്. ഇവിടുത്തെ പേര് മാറ്റിയില്ല നമ്മൾ അല്ലേ, ഇവിടുത്തെ പേര് മാറ്റണം. ദാറ്റ് ഈസ് മൾട്ടി പീരീഡ് വാല്യുവേഷൻ മോഡലിന് നമ്മളാക്കി മാറ്റി. ദെൻ D1 നമ്മൾ എടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ എത്രയാവും, D2 അല്ലേ. D2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R റേസ്ഡ് ടു 2. ഇതന്നെയല്ലേ നമ്മൾ ബോണ്ടിലും പഠിച്ചത്. ഈ ഡിക്ക് പകരം I ആയിരുന്നു എന്നുള്ളൂ, കാരണം ബോണ്ടിൽ D അല്ല കിട്ടുക, ഡിവിഡൻഡ് അല്ല കിട്ടുക, എന്താ കിട്ടുക, ഇൻട്രസ്റ്റ് കിട്ടുക. സെയിം തന്നെയാണ് പഠിച്ചത്, വേറെ വ്യത്യാസങ്ങളൊന്നും അതിൽ ഇല്ല. പ്ലസ് D3 ഡിവൈഡഡ് ബൈ മൂന്നാമത്തെ വർഷത്തെ ആണെങ്കിൽ, മൂന്നാമത്തെ വർഷവും മൾട്ടി പീരീഡ് ആണ്. അപ്പോൾ എത്ര വർഷം എന്ന് നമുക്കറിയില്ല, നമുക്ക് സങ്കല്പിക്കാം, മൂന്നാമത്തെ വർഷത്തിലേക്ക് പോയി എന്ന് നമുക്ക് സങ്കല്പിക്കാം. ദെൻ D3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R റേസ് ടു 3. ഓക്കെ, ദെൻ ഇനി നമുക്ക് എത്ര വർഷം എന്നുള്ളത് നമുക്ക് എല്ലാത്തിനെയും ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത, എല്ലാ വർഷവും നമുക്ക് ഒരു ഫോർമുലയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ലാത്തത് കൊണ്ട് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോണ്ടിൽ നമ്മൾ പഠിച്ചു എന്താ ചെയ്യാന്ന്, പുട്ട് സം ഡോട്ട്സ് ചെയ്യുക. ആൻഡ് ദെൻ ഇനി നമ്മൾ എഴുതുന്നത് എത്രയായിരിക്കും, എത്ര എഴുതുക, D4 എന്നാണോ എഴുതുക, അല്ല 4 എന്ന് എഴുതാൻ പറ്റില്ല, 4 ആണ് ഇവിടെയൊക്കെ നമ്മൾ ഈ ഡോട്ടുകളിലൂടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുള്ളത്. ദെൻ we will write DN, ഏറ്റവും അവസാനത്തെ വർഷം അത് എത്രയാണ് എന്നുള്ളത് നമുക്കറിയില്ല. 10ാമത്തെ വർഷമാണെങ്കിൽ ഈ N 10 ആയിരിക്കും, 12ാമത്തെ വർഷമാണെങ്കിൽ N 12 ആയിരിക്കും. എത്ര ആയിക്കോട്ടെ, നമ്മൾ അത് ചിന്തിക്കുന്നില്ല. എത്ര വർഷം വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാം. അതാണ് ഈ മൾട്ടി പീരീഡ് വാല്യുവേഷൻ മോഡലിൻ്റെ പ്രത്യേകത. ഓക്കെ, ദെൻ DN ഡിവൈഡഡ് ബൈ 1 പ്ലസ് R റേസ്ഡ് ടു, ഇവിടെ എത്ര എഴുതാം നമ്മൾ, N. ഓക്കെ, ഇനി
പ്ലസ് ഇട്ടു. കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കൊല്ലത്തെ പ്രസൻറ്റ് വാല്യൂ കണ്ടു, രണ്ടാമത്തെ കൊല്ലത്തെ കണ്ടു, മൂന്നാമത്തെ കൊല്ലത്തെ കണ്ടു. എത്ര കാലം എത്ര വർഷം അത് പോകണം അത്രയും വർഷത്തെ നമ്മൾ എന്ത് ചെയ്തു കണ്ടു. ഇതിൻ്റെ മാത്രം പ്രസൻറ്റ് വാല്യൂ കണ്ടാൽ മതി. അവസാനത്തെ വർഷം നമുക്ക് എന്ത് കിട്ടണം? സെല്ലിംഗ് പ്രൈസ് കിട്ടണം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴത്തേക്ക് മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ പ്ലസ് എന്ത് വരണം? പി എത്ര എഴുതണ്ട? 1 ആണോ ഇവിടെ എഴുതണ്ട? അല്ല, പി എൻ എത്ര വർഷത്തിലാണോ നമുക്ക് ആ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത് ആ പ്രൈസ്. സോ പി എൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ റേസ്ഡ് ടു എൻ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ആ നമ്മുടെ സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡലിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളോടെ മൾട്ടി പീരീഡ് വാല്യുവേഷൻ മോഡലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു പോയി. ഓക്കെ, ദെൻ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയാം. ഇവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഇതിൻ്റെ സെയിം തന്നെയാണ് നമ്മൾ ബോണ്ടിൻ്റെ കേസിലും എന്ത് ചെയ്തത് പഠിച്ചത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് D1 ആദ്യത്തെ വർഷത്തെ ഡിവിഡൻഡ്, D2 രണ്ടാമത്തെ വർഷത്തെ ഡിവിഡൻഡ്, D3 മൂന്നാമത്തെ വർഷത്തെ ഡിവിഡൻഡ്, DN അവസാനത്തെ വർഷത്തെ ഡിവിഡൻഡ്, PN അവസാന വർഷം നമുക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ്. ഇതിൻ്റെയൊക്കെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് അതിൻ്റെ ടോട്ടലാണ് ഇവിടെ എത്രയായിട്ട് വരുന്നത്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാറ്? ഇത്തിരി ലോങ് ആയതുകൊണ്ട് നേരത്തെ ഫോർമുല ചെറുതായിരുന്നു അല്ലേ, അപ്പോൾ നമുക്കധികം ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. അതേസമയം ഇതിത്തിരി ലോങ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക? അതിന് നമുക്കൊരു എളുപ്പവഴിയുണ്ട്. എന്താ എളുപ്പവഴി? ഡിവിഡൻഡ് ഇൻറ്റു എന്തായിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 റിസീവ്ഡ് ആനുവലി. പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 റിസീവ്ഡ് ആനുവലി. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് പ്രൈസ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 ഞാനിവിടെ നിന്ന് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്കത് അറിയാം എന്താണ് സംഭവം എന്നുള്ളത് അറിയാം. അങ്ങനെയാണ് നമ്മൾ അതിനെന്ത് ചെയ്യുക? ആ വലിയ ഫോർമുലേനെ നമ്മൾ ബ്രീഫ് ചെയ്യുക. ഓക്കെ, ഡിവിഡൻഡ് എടുക്കുക. ആ ഡിവിഡൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതായിട്ട് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിഗർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് എല്ലാ വർഷവും തുല്യമായിട്ടുള്ള ഡിവിഡൻഡ് ആണെങ്കിലേ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ആദ്യത്തെ വർഷം 5 രൂപ, രണ്ടാമത്തെ വർഷം 5 രൂപ, മൂന്നാമത്തെ വർഷം 5 രൂപ, അവസാനത്തെ വർഷവും 5 രൂപ. ദെൻ നമുക്കതിനെ ബ്രീഫ് ചെയ്യാം. അതല്ല എല്ലാ വർഷവും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിവിഡൻഡാണ് കിട്ടണമെങ്കിലോ നമുക്കപ്പോൾ ഒന്നും ചെയ്യാൻ മാർഗമില്ല. സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക, സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? P0 കിട്ടും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ടേക്ക് പേജ് നമ്പർ 131 ആൻഡ് അതിലൊരു ചെറിയൊരു പ്രോബ്ലം അവിടെ തന്നിട്ടുണ്ട്. An investor expects to get a dividend. Example 3 ആണ് കേട്ടോ. Example 3. An investor expects to get a dividend of 3 rupees, 4 rupees and 5 rupees from a share during the next 3 years and hopes to sell it at 80 rupees at the end of 3rd year. The required rate of return is 20%. What will be the present value of share to the investor? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. ഇൻവെസ്റ്റർ എന്ത് ചെയ്തു? ഹീ ഈസ് എക്സ്പെക്റ്റിംഗ് ടു ഗെറ്റ് എ ഡിവിഡൻഡ് ഓഫ്
3 വർഷത്തേക്കാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 3 വർഷവും വ്യത്യസ്തമായിട്ടുള്ള ഡിവിഡൻഡാണ് അയാൾ ഏൺ ചെയ്യാൻ പോകുന്നത്. അത് കണ്ടാൽ അറിയാം അല്ലേ. ഫസ്റ്റ് ഇയറിൽ എത്ര ഡിവിഡൻഡാണ് കിട്ടണേ? 3 രൂപ. സെക്കൻഡ് ഇയറിൽ എത്ര ഡിവിഡൻഡാണ് കിട്ടണേ? 4 രൂപ. തേർഡ് ഇയറിലോ 5 രൂപ. അപ്പോൾ നമുക്ക് ഈ ഫോർമുലേനെ ചെറുതാക്കുക എന്ന് പറയുന്ന സ്റ്റെപ്പ് അവിടെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ദെൻ during the next 3 years and hopes to sell it at 80 rupees. 3-ാമത്തെ വർഷത്തിൻ്റെ അവസാനം എത്ര രൂപയ്ക്ക് അത് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു? 80 രൂപയ്ക്ക് അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. The required rate of return is 20%. Required rate of return എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 20% ആണ്. What will be the present value of shares? അപ്പോൾ കിട്ടേണ്ട സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇൻ ദ ഫസ്റ്റ് ഇയർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഇയർ ഡിവിഡൻഡ് ഈസ് 3 rupees. ദെൻ P0 is equal to 3 അല്ലേ. D1 is equal to 3 rupees. 3 divided by 1 plus R. R തന്നിരിക്കുന്നത് എത്രയാണ്? 20% ആണ്. സോ 0.20 റേസ് ടു 1 ആണ്. സോ അവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. റേസ് ടു 1 എഴുതേണ്ട ആവശ്യമില്ല. സെയിം ഫിഗർ തന്നെയാണ് കിട്ടുക. 1 plus 0.20 is 1.20. ഓക്കെ. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ D2 4. D2 is equal to 4. നെക്സ്റ്റ് ഇയർ 2-ാമത്തെ വർഷം കിട്ടുന്ന ഡിവിഡൻഡ് 4 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 4 ഡിവൈഡഡ് ബൈ 1.20 ഷുഡ് ബി സ്ക്വയർഡ് അല്ലേ. 2-ാമത്തെ വർഷമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ക്വയർ ചെയ്യേണ്ടി വരും. ദെൻ 3-ാമത്തെ വർഷം 5 രൂപയാണ് ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്നത്. 5 rupees ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1.20 raised to 3. ഓക്കെ. ദെൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. എന്താ ചെയ്യാനുള്ളത്? നമുക്കവിടെ പി നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ. ഇവിടെ ഞാൻ എഴുതിയിടുന്നുണ്ട്. PN ഡിവൈഡഡ് ബൈ 1 plus R raised to N. ഓക്കെ. ദെൻ പി നമ്മളോട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ we want to sell it at 80 rupees. So 80 divided by 1.20 raised to 3. കണ്ടോ? ഇങ്ങനെയാണ് ഫോർമുല വരിക. 3 divided by 1.20 plus 4 divided by 1.20 square plus 5 divided by 1.20 raised to 3 plus 80 divided by 1.20 raised to 3. ഓക്കെ. നിങ്ങൾ ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ എടുത്ത് അത് ചെയ്യുക. ആൻഡ് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 by 1.20 നമുക്ക് കിട്ടുക 2.5 ആണ്. പ്ലസ് നെക്സ്റ്റ് 4 divided by 1.20 raised to 2 കിട്ടുന്നത് 2.78 ആണ്. പ്ലസ് 5 divided by 1.20 raised to 3 കിട്ടുന്നത് 46 അല്ല 2.89 ആണ്. ആൻഡ് നെക്സ്റ്റ് 46 അതായത് 80 divided by 1.20 raised to 3 കിട്ടുന്നത് 46.30 ആണ്. ആൻഡ് our P0 will be 54.47. 54.47 will be the answer. So നമ്മൾ എല്ലാത്തിൻ്റെയും ഡിവിഡൻറ്റിൻ്റെയും അതേപോലെ തന്നെ ഫൈനലി കിട്ടുന്ന സെല്ലിംഗ് പ്രൈസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 54.47 ആണ്. ഓക്കെ. നമ്മൾ വീണ്ടും നിങ്ങളോട് പറയാൻ ഇവിടെ നമുക്ക് പ്രസൻറ്റ് വാല്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്കൊരു ശരിയായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് എന്തും കൂടി അവൈലബിൾ ആയിരിക്കണം, മാർക്കറ്റ് പ്രൈസ് കൂടി അവൈലബിൾ ആയിരിക്കണം. ആ മാർക്കറ്റ് പ്രൈസും കൂടി കിട്ടിയാലാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആലോചിക്കാനായിട്ട്. നമ്മൾ വാങ്ങിക്കണോ, ഷെയർ വാങ്ങണോ, അതോ വിൽക്കണോ, അതോ ഒന്നും മിണ്ടാതെ ഇരിക്കണോ എന്നുള്ളത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ തൽക്കാലം ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല, മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ല. ആ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ എന്താണ് നമ്മുടെ ഡിസിഷൻ എന്ന് അവരെ എന്ത് ചെയ്യാമായിരുന്നു, അറിയിക്കാമായിരുന്നു. ഇനി മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്രോബ്ലംസ് പിന്നീട് തരുന്നതായിരിക്കും, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനോട് കൂടി നമ്മൾ പഠിക്കേണ്ട ഈ ഒരു സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡൽ, അതുപോലെ തന്നെ മൾട്ടി പീരീഡ് വാല്യുവേഷൻ മോഡൽ, അതോടുകൂടി എങ്ങനെയാണ് നമുക്ക് ചില പ്രോബ്ലത്തിൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബോണ്ടിൻ്റെ ആ ഒരു കാൽക്കുലേഷനിലേക്ക് ഒന്ന് ജസ്റ്റ് ഓർമ്മ വയ്ക്കുക. അവിടെ എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ, ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഓർമ്മയുണ്ടാവും. അവിടെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ എങ്ങനെയാണ് ഈൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് P0 ഈക്വലേറ്റ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഈ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തിൽ എന്ത് തന്നിട്ടുണ്ടായിരിക്കണം, P0 തന്നിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ P0 തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് P0 കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്, അല്ലേ? ഇപ്പോൾ P0 ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഉത്തരം എഴുതുകയാണ് ചെയ്തത്. അതേസമയം ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോബ്ലത്തിൽ ഈ P0 പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ഇക്വേറ്റഡ് ആയിട്ടുള്ള ഫിഗർ നമുക്ക് കണ്ടുപിടിക്കാനും അപ്പോൾ എത്രയാണ് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, കാൽക്കുലേഷൻ ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ. സോ താങ്ക് യു.